ഹായ്, അസ്സാം വലൈക്കും. ഐ ആം സാദി ഇന്ത്യ. ഇന്ന് ഞാൻ വന്ന സ്നേഹവീടിനെ കുറിച്ച് പറയാനാണ്. സ്നേഹവീടിന്റെ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിത്യേനെ കാണാറുണ്ട്. കുറഞ്ഞ കാലം കൊണ്ട് ഒരുപാട് പുണ്യകാര്യങ്ങൾ സ്നേഹവീടിന് ചെയ്യാൻ പറ്റി. നാട്ടിലായാലും വിദേശത്തായാലും ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. നന്മ നിറഞ്ഞ 100 വ്യക്തികളാണ് സ്നേഹവീട്ടിലുള്ളത്. നന്മ ചെയ്യുക, കാരുണ്യം ചെയ്യുക എന്നതാണ് ദാരിദ്ര്യത്തിനും സ്നേഹശൂന്യതക്കും ഒരു പരിഹാരം. അതാണ് സ്നേഹവീട്. ഇന്നലെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇന്ത്യയിൽ ജാതിയുടെ പേരും പറഞ്ഞ് ഒരു ഫാമിലിനെ ചുട്ടുകൊന്നു. 2 മക്കൾ തൽക്ഷണം മരിച്ചു. അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലാണ്. അപ്പൊ നമ്മുടെ നാട്ടില് സ്നേഹശൂന്യതയാണ്, ലോകത്ത് സ്നേഹശൂന്യതയാണ്. അതുകൊണ്ടാണ് ഒരു വ്യക്തിയെ സിമ്പിളായിട്ട് കൊല്ലാൻ പറ്റുന്നത്. വരും തലമുറയിൽ ഇനി ആരെയും കൊല്ലാൻ പാടില്ല. പട്ടിണി കൊണ്ട് പാല് കിട്ടാതെ, വെള്ളം കിട്ടാതെ ഒരു കുഞ്ഞു പോലും മരിച്ചു പോകാൻ പാടില്ല. 3 സെക്കൻഡിൽ ഒരു കുട്ടി മരിക്കുന്നുണ്ട്. ഒരു ദിവസം 28,800 കുഞ്ഞുങ്ങൾ മരിക്കുന്നൊരു പട്ടിണി കൊണ്ടെന്ന് പറയുന്നു. സോ അതൊന്നും ഇനി പാടില്ല. ഞങ്ങൾ 100 ആൾ വിചാരിച്ചാൽ ഈ ലോകത്ത് വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. പക്ഷെ ഞങ്ങളെപ്പോലത്തെ 100,000 പേർ വിചാരിച്ചാൽ പലതും ചെയ്യാൻ പറ്റും. ഈയിടെ സ്നേഹവീട്ടിലേക്ക് കടന്നു വന്ന മഹത് വ്യക്തികളുണ്ട്. സ്നേഹവീടിന്റെ നന്മ അറിഞ്ഞിട്ട്, സ്നേഹവീടിന് ഫുൾ സപ്പോർട്ടായിട്ട് നമ്മുടെ ഹോണറബിൾ ഗോപിനാഥ് മുതുകാട് സാർ ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആൾസോ എൻ്റെ ഒരു അഡ്വൈസറാണ് സാറ്. ഞാൻ എല്ലാം ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അനസ് എടത്തൊടി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, ഡൽഹി ഡൈനാമോയിൽ കളിക്കുന്ന അനസ്. അദ്ദേഹവും എന്നെ പരിചയപ്പെട്ടത് ഫേസ്ബുക്കിലൂടെയാണ്. ഇപ്പൊ എൻ്റെ അടുത്ത സഹോദരനാണ്, എൻ്റെ അടുത്ത കൂട്ടുകാരനാണ്. അദ്ദേഹവും സ്നേഹവീടിന്റെ എല്ലാ വാഗ്ദാനങ്ങളും ചെയ്ത് ഞങ്ങളോട് കൂടെയുണ്ട്. അതേപോലെ എൻ്റെ ഗ്രാൻഡ് മാസ്റ്ററാണ്, സാൻഷു മാർഷൽ ആർട്സിന്റെ ഫൗണ്ടറാണ് സിഫു യൂനിസ് കരുവാരകുണ്ട്. അദ്ദേഹവും സ്നേഹവീടിന് വേണ്ട എല്ലാ ഹെൽപ്പുകളും എല്ലാ സഹായങ്ങളും എപ്പോഴും ഞങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല വ്യക്തികൾ സ്നേഹവീടിന്റെ നന്മ കേട്ട്, അതുപോലെ സ്നേഹവീടിന്റെ മതസൗഹാർദ്ദം പറഞ്ഞ് ഇതിലേക്ക് വരുന്നവരുണ്ട്. നിങ്ങൾക്കും സ്നേഹവീട്ടിലേക്ക് വരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്നേഹവീട്ടിൽ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് താഴെ പറയുന്ന വാട്സപ്പ് നമ്പറിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. നന്മ ചെയ്യാൻ, ഈ രാജ്യത്ത് കഷ്ടത അനുഭവിക്കുന്ന പാവങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. മൊബൈൽ നമ്പർ 009715595670003. ഒരുപാട് ചാരിറ്റികൾ ഞങ്ങൾ ചെയ്തു. ഇപ്പൊ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചാരിറ്റി ഗൾഫിലാണ്, ഡിസേർട്ട് ചാരിറ്റി. മരുഭൂമിയിൽ കഷ്ടത അനുഭവിക്കുന്ന പാവങ്ങള്, അവിടെ അവരെ രാഷ്ട്രങ്ങളൊന്നും നോക്കാറില്ല. ഇന്ത്യക്കാരുണ്ട് അവിടെ, പാകിസ്ഥാനികളുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. 800-700 ദിർഹം സാലറി വാങ്ങുന്നേ. അതിന് ചെലവും കഴിയണം. പിന്നെ എന്താ ബാക്കി ഉണ്ടാവുക നാട്ടിൽ വായിച്ച്? അത്രയും കഷ്ടത അനുഭവിക്കുന്ന ആളുകളെ തേടി പിടിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുക. അതാണ് ഇപ്പൊ സ്നേഹവീട് ചെയ്യുന്നത്. അടുത്ത വെള്ളിയാഴ്ച ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ചാരിറ്റി ഡിസേർട്ട് ചാരിറ്റി അബുദാബി ബേസ്ഡ് ആണ്. ഇങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യുക, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇനി ഞങ്ങളൊരു വലിയ പ്രോജക്റ്റ് വരുന്നുണ്ട്. അമ്മക്കൊരു വീട് എന്ന പ്രോജക്റ്റാണ് ഞങ്ങളൊരു ഡ്രീം പ്രോജക്റ്റ്. 3 വീടാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത് പാവപ്പെട്ട സാധാരണ ജനങ്ങൾക്ക്. വലിയ വീടല്ല, സാധാരണ ആളുകൾക്ക് പറ്റിയ മഴ നനയാത്ത ചെറിയ രീതിയിലുള്ള വീട്. അപ്പൊ അത് ഞങ്ങളെ കൊണ്ട് മാത്രം പറ്റില്ല. അതിന് സുമനസ്സുള്ള ആളുകളെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. നല്ല ആളുകൾക്ക് ഞങ്ങളോട് കൂടെ ചേരാം, ഞങ്ങൾക്ക് സഹായങ്ങൾ ചെയ്തു തരാം, നിങ്ങൾക്ക് ഞങ്ങളോട് അഡ്വൈസ് ചെയ്തു തരാം, എല്ലാം ചെയ്തു തരാം. അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് മുൻപ് പറഞ്ഞ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. ഇനിയും ഒരുപാട് പുണ്യകാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. നന്മ പറ്റാത്ത 1000 നല്ല വ്യക്തികളെ ഈ ഭൂമിയിൽ എനിക്ക് കാണാൻ സാധിച്ചു. അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് സ്നേഹവീട് എന്നൊരു ആശയം വന്നത്. ഇനിയും സ്നേഹവീട് എന്ന ആശയം എന്തായാലും ഇന്നേക്കോ നാളേക്കോ അല്ല, വരും തലമുറയ്ക്ക് ഇത് എന്തായാലും ഒരു മുതൽക്കൂട്ടായിരിക്കും. വരും തലമുറയിൽ ഇനി പട്ടിണി കൊണ്ട് കരയുന്ന, പാല് കിട്ടാതെ കരയുന്ന ഒരു കുഞ്ഞു പോലും ഉണ്ടാവാൻ പാടില്ല. വരും തലമുറയിൽ ഇനി ആരെയും കൊല്ലാൻ പാടില്ല. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ കാരുണ്യവും എന്നും സ്നേഹവീടിന് പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹവീടിന്റെ ഡയറക്ടറായ സാദി ഇന്ത്യ തൽക്കാലം വിടവാങ്ങുന്നു. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.